കിടപ്പാണ് നാളെ അറിയില്ല. ആര് പറയുന്നു അതല്ല ഞാൻ ഈ മാഷ് വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അത് എനിക്കറിയില്ല. ഞാൻ കണക്ക് പഠിച്ചില്ല കണക്ക് പറഞ്ഞില്ലേ നീ ഇന്നലെ പരീക്ഷ ഞാനെഴുതി ഉച്ച കഴിഞ്ഞ് സൂപ്പറായിരുന്നു. രാവിലത്തെ ബുദ്ധിമുട്ടിനെ തലേദിവസം രണ്ട് പഴം കഴിച്ചാൽ മതി. അതെങ്ങനെ പഴം കഴിച്ച സുഖമാണ്? പരീക്ഷയ്ക്കല്ല ഞാൻ പരീക്ഷയുടെ കാര്യമില്ല. കാണിച്ചു കൊടുക്കേ കാന്തായ ഭയങ്കരമായിട്ടുണ്ടല്ലോ. 7-10 തോന്നുന്നു. അതെ എങ്ങനെ സാധിച്ചു? പറഞ്ഞല്ലോ ഈ 3 മാർക്ക് ഒപ്പ് അതെന്റെ അമ്മയുടെ ഒപ്പാണ്. അതാണ് ഈ ഷൂ. പലതാരം വഴി അച്ഛൻ്റെ ഒപ്പാ. ഞാൻ തന്നെ ക്ലാസ്സിൽ വന്നാൽ നിശബ്ദമായിട്ടിരിക്കണമെന്നില്ലേ? എന്തൊരു ബഹളാണത്. എവിടെ കേൾക്കാൻ നിങ്ങളുടെ ബഹളം? എന്താണത്? ഇങ്ങനെയൊക്കെ എന്തൊരു കാര്യം. ടൂറ് പോയിട്ടേ അവരൊക്കെ ഒന്ന് വരും. എല്ലാവരും നിങ്ങൾക്ക് നമുക്ക് ആദ്യം അതാവട്ടെ. अशोकन बीवी आजा बालचंद्रन केया आजा ജീവനുണ്ടോ? ഉണ്ട് ജോലിക്ക് പോയിട്ടില്ല. അതല്ല നമ്മുടെ ക്ലാസ്സിലെ ജീവനുണ്ടോ? ടൂർ പോയതാ. ടൂർ പോയിക്കാ. ഓ ആ സഞ്ജിത എടാ സഞ്ജി തരാനല്ല സഞ്ജിതേ പോന്ന വന്നിട്ടോന്ന്. ക്ലാസ്സിലേക്ക് പീറ്റർ രാധാകൃഷ്ണൻ നീ എന്നാ പഠിക്കുക പ്രസന്റ് എന്നാ പറഞ്ഞിരുന്നു. ഏത് കാലത്ത് നീ പഠിക്കണം? സതീശൻ അപ്പഴേ നമുക്ക് വരുന്നുണ്ടോ? എടാ വരും വന്നിട്ടോന്ന് അതെ കാണില്ല. നമ്മുടെ ക്ലാസ്സിൽ വരുന്നില്ലേ? അവനെ ടൂർ പോയാ? എടാ നിന്റെ അച്ഛൻ വന്നോ? എന്റെ അച്ഛൻ ദിവസം വരുന്നുണ്ട്. നിന്റെ അച്ഛൻ കഴിക്കില്ലടാ. ഏയ് നിന്റെ വീട് പണിക്കത്തെ വാർപ്പ് കഴിഞ്ഞു. പട്ടാപ്പണി ബാക്കിയാ. പറയാമോ? മേശിനെ പറ. ശരി ശരി അങ്ങനെ അവിടെ നമുക്കേ വിഷയത്തിലേക്ക് കിടക്കാം. ഞാനത് ഇപ്പോഴും വിട്ടിട്ടില്ല അല്ലേ? ഞാനത് തോറ്റായിരുന്നു. എവിടെ കേൾക്കാം? നിനക്കറിയണല്ലേ? ക്ലാസ് പോലെ ആ സ്റ്റാഫ് റൂമിൽ ചോദിക്കുന്നുണ്ട്. അവന് വിഷയം അറിയണം. നിനക്ക് വിഷയം വിശദമായിട്ട് പറഞ്ഞു തരാം. നിനക്കറിയണം വിഷയം അറിയാം. നിനക്കല്ലേ വിഷയം
എടാ ഏതെങ്കിലും ടീച്ചർ വന്ന് ക്ലാസ്സിൽ മലയാളം ഗ്രാമർ പഠിപ്പിച്ചോന്നായി ചോദിക്കാൻ. ശരി. അപ്പൊ നോക്കേ മലയാളം 5 ദിവസം കൊണ്ടാണോ വന്നിരിക്കുന്നത്? നിനക്ക് 5 ദിവസത്തേക്ക് വേണം. എന്താ 5 ദിവസം ഞാൻ പറ്റി സംശയം ആ ബിഎക്ക് തരാം. അപ്പോ നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ് കർമ്മം ക്രിയ. എന്താണ് രാമുവിന് പശു കുട്ടി. ഏതാ കർമ്മം? കർമ്മം എവിടെയാണ്? അതെങ്ങനെ അവരുടെ വീട്ടിലാണ്? ഈ വാചകത്തില് കർമ്മം എവിടെയാണ്? കുത്തി എന്നുള്ളതാണ് കർമ്മം. തൊഴിച്ചു കുത്തി അടിച്ചു എന്നൊക്കെ പറഞ്ഞതാണ് കർമ്മം. തൊഴിച്ചു കുത്തി അടിച്ചു എന്നൊക്കെ പറയുന്ന കാര്യമാണ് ഈ കർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായോ? എനിക്കുള്ളത് കാര്യം മനസ്സിലാക്കണേ. എത്ര പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കൂല, പഠിക്കൂല, എന്താ ചെയ്യും? കഴിഞ്ഞ ദിവസം മലയാളം പദ്യം പഠിച്ചില്ലേ? ആ പറഞ്ഞേണ്ട മലയാളം പദ്യം പഠിച്ചത് ആരെങ്കിലും എന്തെന്ന് ചൊല്ലടാ. എന്തിനാണ് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് വരുന്നത്? എവിടെയാണ് എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്? ഈ ഉച്ചക്കത്ത് ഉപ്മാവ് മാത്രം മതിയാ? ഇത് വേറെ ഉദ്ദേശമൊന്നുമില്ല. മലയാളം പഠിച്ചോന്നുകൂടാ. മലയാളം പോയില്ലെല്ലാൻ എത്ര കഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ഓർമ്മ ഓർമ്മ മലയാളം മാസങ്ങൾ അറിയോ? അറിയാം. ജനുവരി ഫെബ്രുവരി മാസങ്ങളാ. നിനക്ക് എവിടെ ജാനുവരി ഫെബ്രുവരി ഒക്കെ വന്ന മലയാളത്തിൽ? മലയാളം നാളെ അശ്വതി, കാർത്തിക, രോഹിണി. നീ എന്താ സിനിമയുടെ പേര് പറഞ്ഞാൽ റീന നിങ്ങളെ കൊണ്ട് ഞാൻ കൂട്ടു. എനിക്ക് തലവേദന എന്താ അവിടെ എന്താ സംഭവം?
ഇത് ഇങ്ങനെ മൈക്കിൽ എന്താ സംഭവം? അപ്പൊ വിചാരിച്ച കാര്യം പറഞ്ഞു കൊടുക്കേ. പറഞ്ഞോ കാര്യം പറഞ്ഞ മൈക്കിൽ അവള് പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞേ. അതെ വിചാരിച്ച കാര്യം നടക്കണം. അതാ പറഞ്ഞത്. ആ വനജ ടീച്ചറെ അതെ പിള്ളേരെ ഒരു മൈപ്പിലേക്ക് കൊണ്ടുവന്നത് അവര് പറഞ്ഞത് ഇത് പുസ്തകത്തിൽ വെച്ചാൽ വിചാരിച്ച കാര്യം നടക്കുന്ന ടീച്ചർ അപ്പൊ ആ പുസ്തകത്തിലൊന്ന് വെച്ചോ അത് വിചാരിച്ച കാര്യം നടത്താലോ സൗകര്യം ടീച്ചറെ ഞാനേ അപ്പൊ വൈകുന്നേരം ഇത് അവിടെ ആ കേകയുടെ ലക്ഷണം ആരാ പറയാ കേകയുടെ ലക്ഷണം ആരാ പറയാ മൂന്നും രണ്ടും 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 മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടും എഴുത്തുകൾ 14 6 ഗണം പാദം അത് കേൾക്കാ നീയേ നന്നായിട്ട് പഠിക്കണം പക്ഷെ ആദ്യം അറിയാം അവസാനം അറിയാം സെന്റർ നീ ഒന്നുകൂടി ക്ലിയർ ചെയ്യണ്ട അത് മാത്രം ക്ലിയർ അല്ല ശ്രദ്ധിച്ചോളോ അപ്പോ ഇനി നമുക്ക് കണക്കെടുത്തല്ല എന്താ കണക്കാ അടുത്ത് വെക്കി മലയാള കണക്കെടുക്കടാ കണക്ക് പുസ്തകം എടുത്താ ശരി അപ്പൊ കണക്കിലെ ആരാ പട്ടിക 4ന്റെ പട്ടിക കേട്ടാ എനിക്കാ 4ന്റെ പട്ടിക മുഴുവൻ ചെല്ലടാ എട്ടിന്റെ പടിയുള്ള ചൊല്ലടാ എട്ടത് ഒരെട്ടെട്ട് ശരി 6 എന്റെ മുക്കെട്ട് ഈ പട്ടിയെ പോലും പഠിക്കാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിച്ചാ ശരി ശരി എല്ലാ അടുത്ത ദിവസം കൃത്യമായിട്ട് പഠിച്ചിട്ട് വന്നോളൂ കേട്ടോ അപ്പൊ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു ഈ ഗണിതശാസ്ത്രത്തിന്റെ പിതാവാരാ പിതാവിന്റെ ഭക്ഷണം ടീച്ചറെ
വനജ ടീച്ചറുടെ പിതാവ് ആരാ? ഈ ഗണിത ടീച്ചറുടെ പിതാവ് ആരാ? ഇങ്ങനെയാണോ? അപ്പൊ പഴയതല്ലേ ഇപ്പോ മാറി മാറി പുതിയത് പഠിപ്പിച്ചാൽ മതിയില്ല. അതാ ടീച്ചർ പറയണേ, അത് പഴയ ആള് മാറിയതാണ്. അപ്പൊ ഞങ്ങൾ പുതിയത് പഠിച്ചാൽ മതി. ഇത് വരും അത് മാറിയിട്ട് അത് പഠിച്ചാൽ മതി. ഓക്കെ, ശരി. കണക്കെടുത്ത് പോയി ഹിന്ദി എടുക്കും. ഹിന്ദി എടുക്കാൻ ഹിന്ദി പുസ്തകം പുസ്തകം എടുത്തോ. ഹിന്ദി പുസ്തകം എടുത്തോ. വേഗം വേഗം. അപ്പോ ഹിന്ദിയില് പേരെന്താ എങ്ങനെ ചോദിക്കുക? അതില് ക്യാ വെച്ചാൽ എന്താണെന്നാണ്. പേരെന്താ എങ്ങനെ ചോദിക്കും? പേരെന്ന് പറഞ്ഞാൽ നാം എന്നാണ്. ക്യാ എന്ന് വെച്ചാൽ എന്താ. അപ്പൊ പേര് ക്യല്ല, നാം ക്യാ ഹേ. എന്താ പറഞ്ഞേ? നാം ക്യാ ഹേ. നാം കായ എന്നല്ല പറഞ്ഞത്, നാം ക്യാ ഹേ. ആ ഹിന്ദി പോയാ പഠിച്ചില്ല. गीत गाए पत्थरों को पत्थर गाए गीतों को आगे बढ़ेंगे आगे। नारायण जय नारायण जय नारायण जय नारायण जय नारायण जय. ഇതെന്തിനാ മനസ്സിലായി? ഇതെന്തിനാ മനസ്സിലായി? ഇതെന്തിനാ മനസ്സിലായി? നല്ലൊരു ഹിന്ദി പദ്യത്തിനെ അവൻ ഓട്ടം തുള്ളലാക്കി. മര്യാദ പഠിക്കണ പഠിക്കൂല ഒന്നുമില്ല. ഇത് പോരും വയറുമ്പോ രണ്ട് കാര്യം നോക്കിയിട്ട് കഴിച്ച് അമ്മങ്ങൾ പോരും. ഉച്ചക്ക് ഉപ്മാവുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഇല്ലടാ. എന്തിനാടാ എന്തിനാടാ ഇവിടെ? അപ്പൊ ഇനി നമുക്ക് ഹിസ്റ്ററി എടുക്കാം. എന്താണ് ഹിസ്റ്ററി? അപ്പോ ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം ഏത്? അതാ സുൽത്താൻ ബത്തേരി, മൈസൂരടാ. സുൽത്താൻ ബത്തേരി വഴി അവിടേക്ക് എത്താനോ പറഞ്ഞല്ലേ? പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ വന്നത് എങ്ങനെയാണ്? പോലീസുകാരല്ല, പോർച്ചുഗീസുകാര് എങ്ങനെയാ വന്നത്? കപ്പയും ചുത്തലൊന്നും പായയിൽ ഇറങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്. പായക്കപ്പ എന്ന് പറഞ്ഞോ, മനസ്സിലായോ? ആകെ തിന്നണ വിചാരം മാത്രം മതി. കപ്പ കപ്പ അത് കഴിഞ്ഞ് കിടന്നു പായ. ശരി, എന്താ ചെയ്യും? ഇനി നമുക്ക് സയൻസിലേക്ക് ആയാലോ? എന്നല്ലാതെ അടുത്തെടുത്ത് സയൻസ്. ഗ്രാവിറ്റി എന്നാൽ എന്ത്? ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ മലനിരകളിൽ കാണുന്ന ഒരു ചെടിയുടെ ഉണക്കല പൊടിച്ച് അല്ല ചോദിച്ചേ, ഞാൻ വിചാരമുള്ളൂ. അതെ, അത് ദേഹികയാണ്. ഗ്രാവിറ്റി എന്താണ്? ഗ്രാവിറ്റി എന്ത് കാര്യം വന്നാലും ഡൽഹിക്ക് പഠിക്കല്ലോ. ഡൽഹിക്ക് ആര് പഠിക്കുന്നു? അങ്ങനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനാണ് ISROയുടെ ISROയുടെ പിതാവാര്? ISROയുടെ പിതാവാര്? പറ.
പിന്നെ വിക്രം സാരാഭായ് എന്താണ് തെറ്റിയൊന്നും പറയരുത്. എന്താണ് വിക്രം അക്ഷരം തെറ്റിക്കരുത്. വിക്രം സാരാഭായ് ഇംഗ്ലീഷൊക്കെ എഴുതുമ്പോഴേ അക്ഷരം മാറി കഴിഞ്ഞാൽ കുഴപ്പമാണ്. ഭായല്ല വിക്രം സാരാഭായ് കേട്ടാ. ഓക്കെ. ഞാൻ ഇന്നലെ സയൻസിലെ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ വരച്ചേ? ആ കണ്ടോ. ആര് വരച്ചത്? ഇവിടെ വേണം. നിന്നോട് പടം വരയ്ക്കാൻ പടം വരച്ചോണ്ടിരുന്നത്. ഇവരോട് കൊച്ചമീബയുടെ പടം വരയ്ക്കാൻ പറഞ്ഞ കൊച്ചി അമീബയുടെ പടം വരച്ചോണ്ട് വന്നിരിക്കാം. എന്തുവാണ് ഇതൊക്കെ? നിങ്ങളെ കുറച്ചു നേരം നിങ്ങളെ പഠിപ്പിക്കാൻ തോന്നുന്നത് ശരിയാണ്. അതാ നല്ലത് കേട്ടോ. Thank you.